നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചത് കൊച്ചി സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി. 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിവശങ്കർ പുറത്തേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ ജാമ്യത്തിന്റെ ഉപാധികൾ ഇതിലും ബാധകമാണ് എന്ന് കോടതി. കള്ളപ്പണം വെളുപ്പിച്ച കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും ശിവശങ്കറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ശിവശങ്കറിന് ജാമ്യം കിട്ടിയത് CPM BJP ഒത്തുകളിയുടെ ഫലമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണെന്നും ചെന്നിത്തല. സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന മന്ത്രി KT ജലീൽ. കുറ്റവാളികളെ പിടികൂടണം. എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാം അവസാനിച്ചുവെന്നും എനിക്ക് 101% ബോധ്യമുണ്ടെന്നും മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗത്വം ഉടൻ രാജിവെക്കും. ഇന്നോ നാളെയോ രാജിക്കത്ത് നൽകുമെന്ന PK കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട്. UDFന്റെ ആത്മവിശ്വാസമാണ് തന്റെ രാജിയിലൂടെ വ്യക്തമാവുന്നത് എന്നും കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും PK കുഞ്ഞാലിക്കുട്ടി. തങ്ങളാണ് അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നും കുഞ്ഞാലിക്കുട്ടി. ഡൽഹിയിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവ് പ്രചാരണ ആയുധമാക്കാൻ ഇടതുപക്ഷം. കുഞ്ഞാലിക്കുട്ടി പരമാവധി രാജിവെക്കാതിരിക്കാൻ നോക്കിയെന്നും KT ജലീൽ. ഹൈദരാലി ശിഹാബ് തങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാണ് രാജിവെക്കുന്നത്. MP സ്ഥാനം രാജിവെക്കാതെ നിയമസഭയിലേക്ക് മത്സരിക്കാനായിരുന്നു തീരുമാനമെന്നും ആരോപണം. ലീഗ് മതമൌലിക പാർട്ടിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന മന്ത്രി KT ജലീൽ. എന്നാൽ മതമൌലികവാദികൾക്ക് ഒരു പാലമായി ലീഗ് മാറരുത്. ഒരുപാട് തവണ ഒരു ഘടകകക്ഷിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു തവണയെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നും ജലീൽ. ഈ അഹമ്മദ് സാഹിബ് അനുസ്മരണ സംഗമത്തിൽ ഞാൻ നടത്തിയ പ്രസംഗം ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് PV അബ്ദുൽ വഹാബ്. മഹാനായ അഹമ്മദ് സാഹിബിന്റെ സമർപ്പണ മനോഭാവത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. കുഞ്ഞാലിക്കുട്ടിയെ ഉദ്ദേശിച്ചിട്ടേയില്ല. ദയവായി ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്നും അബ്ദുൽ വഹാബ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേറെയും പുതുമുഖങ്ങൾ. ഇതാദ്യമായി വനിതാ സ്ഥാനാർത്ഥിയെയും ഉൾപ്പെടുത്തിയേക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരെ ഒഴിവാക്കും. ഇബ്രാഹിം കുഞ്ഞിനും സീറ്റുണ്ടാവില്ല. കോഴിക്കോട് സൌത്തിലോ താനൂരിലോ PK ഫിറോസ് സ്ഥാനാർത്ഥിയായേക്കും. മഞ്ചേശ്വരത്ത് APM അഷ്റഫിനെ പരിഗണിച്ചേക്കും. കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് സാധ്യത. പെരിന്തൽമണ്ണയിൽ TP അഷ്റഫ് അലി ഒന്നാം പേരുകാരൻ. കൂത്തുപറമ്പിലോ പേരാമ്പ്രയിലോ CK സുബൈർ മത്സരിച്ചേക്കും. പേരാമ്പ്രയിലും ബേപ്പൂരിലും നജീബ് കാന്തപുരത്തിനെ പരിഗണിക്കുന്നു. പട്ടാമ്പി കോൺഗ്രസിൽ നിന്നും ഏറ്റെടുത്താൽ MA സമദിന് സാധ്യത. മണ്ണാർക്കാട് PM സാദിഖ് അലിയും ഇരവിപുരത്ത് അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാമും സ്ഥാനാർത്ഥി പട്ടികയിൽ. ലീഗ് സ്ഥാനാർത്ഥികളായി 2 വനിതകൾ മത്സരിച്ചേക്കും. കോഴിക്കോട് സൌത്തിൽ അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ ഫാത്തിമ തഹ്ലിയ. ചേലക്കരയിൽ ജയന്തി രാജൻ എന്ന സൂചന. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുസ്ലിം ലീഗിന് തലവേദനയായി യൂത്ത് ലീഗിലെ ഫണ്ട് വിവാദം. ഫണ്ട് കണക്ക് ചോദ്യം ചെയ്ത് ഹൈദരാലി തങ്ങളുടെ മകനും രംഗത്തെത്തിയതോടെ വിവാദം കൊഴുക്കുന്നു. കത്വ ഉന്നാവ ഫണ്ട് വിവാദം രാഷ്ട്രീയ ആയുധമാക്കാനൊരുങ്ങി ഇടതുപക്ഷം. ഇപ്പോൾ BJP അധ്യക്ഷൻ JP നദ്ദ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
അതിന് എന്റെ അടുത്തല്ലേ ചാടണം ബാക്കിനെ കൊണ്ട് തിരിച്ചത് എന്റെ അടുത്ത് ചാടിയ കൊണ്ട് തിരിച്ചത് നീ ജോലി കിട്ടാ വണ്ടി നിങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ചേട്ടാ ചേട്ടാ കൊടിയൊന്ന് മാറ്റൂ. കൊടിയൊന്ന് മാറ്റി കൊടിയുടെ ഇടയിൽ കൂടെ പടം Swagger!
ഇപ്പോൾ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണമാണ് ബിജെപി പ്രവർത്തകർ ഒരുക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. റോഡ് ഷോ അടക്കം പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യൂത്ത് ലീഗ് ഫണ്ട് പിരിവിൽ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന പ്രധാനമാണെന്ന് മന്ത്രി KT ജലീൽ. പിരിച്ചെടുത്ത പണം എത്ര, എങ്ങനെ നൽകി എന്നെല്ലാം യൂത്ത് ലീഗ് വ്യക്തമാക്കണം. ബാങ്ക് വഴിയാണോ നൽകിയത്, ഏത് ബാങ്ക്, ഏത് അക്കൗണ്ട് എന്നിവ വ്യക്തമാക്കണമെന്നും ആവശ്യം. ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാര് വ്യക്തമാക്കണം. എത്ര രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകിയത്, അതെങ്ങനെയാണ് നൽകിയത്, നേരിട്ട് പണമായിട്ടാണോ നൽകിയത്, അതല്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണോ ചെയ്തത്. കേസ് നടത്താനാണെങ്കിൽ ഏത് വക്കീലാണ് പണം നൽകിയതെന്നും KT ജലീൽ. ചെക്കായിയാണോ നേരിട്ടാണോ പണം നൽകിയത് എന്ന് വ്യക്തമാക്കണം. രസീത് പോലുമില്ലാതെ പിരിച്ച പണം എങ്ങനെ ചെലവഴിച്ചുവെന്ന് പാർട്ടി ഘടകങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെന്നും മന്ത്രി. ചെലവാക്കിയതിന്റെ കണക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പണം പിരിക്കരുത് എന്നും KT ജലീൽ. ഏതൊക്കെ ശാഖയിൽ നിന്ന് എത്രയൊക്കെ പിരിഞ്ഞു കിട്ടിയെന്ന് വ്യക്തമാക്കണം. ലീഗിന്റെ പണപ്പിരിവ് ജനാധിപത്യ മാർഗങ്ങളെ അംഗീകരിച്ചല്ല എന്നും ആരോപണം. വിവാദം ലീഗിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. ലീഗ് കോർപ്പറേറ്റ് കമ്പനിയായി മാറുന്നുവെന്നും മന്ത്രി KT ജലീൽ. പാലക്കാട് നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ കടന്നുവരുന്നത് നല്ല ലക്ഷണമാണെന്ന INL. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ നിലപാട് അനിവാര്യമായ ഒരു മാറ്റത്തിന്റെ തുടക്കമായി വേണം കാണാനെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഭേദഗതികളോടെ റിപ്പോർട്ട് നടപ്പാക്കും. കമ്മീഷൻ ശുപാർശകൾ 3-അംഗ ഉദ്യോഗസ്ഥല കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. ഏപ്രിൽ 1-ന് പുതിയ ശമ്പളം നൽകാൻ ആലോചന. പെൻഷൻ പ്രായം 1 വർഷം വർദ്ധിപ്പിക്കണമെന്ന ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചില്ല. പാലാ സീറ്റിൽ ഇടതുമുന്നണിയിൽ തർക്കം തുടരുന്നതിനിടെ മാണി സി കാപ്പൻ കുട്ടനാട്ടിലെ ക്ഷണിച്ച CPM. കാപ്പൻ മത്സരിച്ചാൽ കുട്ടനാട്ടിൽ ജയം ഉറപ്പാണെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട്. CPMന്റെ പുത്തൻ ഫോർമുല പാലാ പോരിൽ NCP മുന്നണി വിടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട്. കാപ്പൻ കുട്ടനാട്ടിൽ മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും R നാസർ. LDF വിട്ടുപോകാതെ സമീപനം സ്വീകരിക്കണം. കാപ്പൻ മത്സരിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. നീക്കത്തിന് പിന്നിൽ പാലായിലെ സമവായത്തിനൊപ്പം കുട്ടനാട്ടിൽ തോമസ് K തോമസിനെ ഒഴിവാക്കുകയെന്ന അടവ് നയവും. കുട്ടനാട് വെച്ച് നീട്ടിയുള്ള സമവായ ശ്രമം NCPയിൽ പുതിയ പോർമുഖം തുറക്കും. തോമസ് ചാണ്ടിക്ക് ശേഷം മത്സരത്തിന് തയ്യാറെടുത്തു നിൽക്കുന്ന അനുജൻ തോമസ് K തോമസും അനുകൂലിക്കുന്നവരും CPMന്റെ അപ്രതീക്ഷിത നീക്കത്തിനെതിരെ രംഗത്ത് വരും. കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിയാരെന്ന് തീരുമാനിക്കേണ്ടത് NCP ആണെന്ന തോമസ് K തോമസ്. മറ്റെന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതായി അറിയില്ല. ജയിപ്പിക്കേണ്ട ചുമതല CPMനുണ്ടെന്നും തോമസ് K തോമസ് ന്യൂസ് 18നോട്. CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകളുടെ കാര്യം യോഗം വിശദമായി ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് എമ്മിനും LJDക്കും സീറ്റുകൾ നൽകേണ്ടി വരും. ഇത്തവണ CPM സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരും. കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളും ചർച്ചയാകുന്നു. ലീഗിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയ്ക്ക്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറെന്ന് ഒറ്റപ്പാലം MLA P ഉണ്ണി. മത്സരിക്കില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. തനിക്കൊരു ആരോഗ്യ പ്രശ്നവും നിലവിലില്ല എന്നും P ഉണ്ണി ന്യൂസ് 18നോട്. അങ്കമാലിയിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങി ജോസ് തെറ്റയിൽ. പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ മത്സരിക്കും. തനിക്കെതിരായ ആരോപണങ്ങൾ ജനം തള്ളിയതാണെന്നും ജോസ് തെറ്റയിൽ. സിറ്റിംഗ് MLA റോജി M ജോണാകും UDF സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. സ്ഥാനാർത്ഥിയാകുമെന്നത് അഭ്യൂഹം മാത്രം. മുതിർന്ന നേതാക്കൾ ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നും ജിജി തോംസൺ ന്യൂസ് 18നോട്. ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്നും ജിജി തോംസൺ. കണ്ടുമടുത്തവർ വീണ്ടും മത്സരിക്കരുത് എന്നാണ് അഭിപ്രായം. നിയമസഭയിലേക്ക് 60 വയസ്സിന് താഴെയുള്ളവരെ പരിഗണിക്കണമെന്നും ആവശ്യം.
സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് സർക്കാരിന് വീഴ്ചകളുണ്ടായെന്നും ജിജി തോംസൺ. സമരങ്ങൾ നടത്തിയില്ല എങ്കിലും പ്രതിപക്ഷത്തിന്റേത് നല്ല പ്രവർത്തനം. പുതിയ സർക്കാർ എന്തെങ്കിലും സേവനം ആവശ്യപ്പെട്ടാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും ജിജി തോംസൺ. നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾക്കെതിരെ ദളിത് കോൺഗ്രസ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിച്ച് ധർമ്മജനെ ബാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട്. ധർമ്മജൻ ധർമ്മടത്ത് മത്സരിക്കുമോ എന്നും ചോദ്യം. ബാലുശ്ശേരി ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക കൺവെൻഷൻ ചേർന്ന ദളിത് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത KPCC നിർവാഹക സമിതി അംഗങ്ങളും. എതിർപ്പ് ശക്തമായതോടെ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിൽ. പാലാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ച NCP. ഇക്കാര്യം സീതാറാം യെച്ചൂരിയെ അറിയിച്ച് ശരത് പവാർ. സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകണമെന്ന സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെടാൻ ആകില്ല എന്ന യെച്ചൂരിയോട് പവാർ. സിറ്റിംഗ് സീറ്റ് തോറ്റ പാർട്ടിക്ക് നൽകുന്നതിനോട് യോജിപ്പില്ല എന്നും പവാർ. പാലയില്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണം, ഒപ്പം ഒരു രാജ്യസഭാ സീറ്റും കിട്ടണമെന്ന് ശരത് പവാറിന്റെ ആവശ്യം. NCPയിലെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ട CPM കേന്ദ്ര നേതൃത്വം. ശരത് പവാറിന്റെ വസതിയിൽ നടക്കുന്ന നിർണായക ചർച്ചയിൽ സീതാറാം യെച്ചൂരിയും പ്രഫുൽ പട്ടേൽ, മന്ത്രി AK ശശീന്ദ്രൻ, TP പീതാംബരൻ, മന്ത്രി AK ശശീന്ദ്രൻ, മാണി സി കാപ്പൻ MLA തുടങ്ങിയവരും പങ്കെടുക്കും. പാലാ സീറ്റിനെ ചൊല്ലി NCPക്കുള്ളിൽ തർക്കമുണ്ടെന്ന TP പീതാംബരൻ. നിലവിൽ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്നും യോഗത്തിന് മുൻപ് പ്രതികരണം. BJPയിൽ വിഭാഗീയതയില്ല എന്ന കുമ്മനം രാജശേഖരൻ. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. പാർട്ടി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും കുമ്മനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ ചുമതല പ്രഹ്ലാദ് ജോഷിക്ക്. കേരള പ്രഭാരിയായി പ്രഹ്ലാദ് ജോഷിയെ ചുമതലപ്പെടുത്തി. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനാണ് സഹപ്രഭാരി. കണ്ണൂരിൽ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. നടപടി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേരി ഉൾപ്പെടെ 26 UDF നേതാക്കൾക്കും കണ്ടാലറിയുന്ന 400ഓളം പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത് തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം സ്റ്റേഷനുകളിൽ. 4000 പേർക്കെതിരെ കേസെടുത്താലും ഐശ്വര്യ കേരള യാത്ര തുടരുമെന്ന് രമേശ് ചെന്നിത്തല. യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട് വിളറിപൂണ്ട് കേസെടുക്കുകയാണ്. ആദ്യം കേസെടുക്കേണ്ടത് അദാലത്ത് നടത്തുന്ന മന്ത്രിമാർക്കെതിരെയാണെന്നും പ്രതിപക്ഷ നേതാവ്. ഗ്രൂപ്പല്ല വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നത് BJPയുടെ സ്വപ്നം മാത്രമാണ്. ഐശ്വര്യയാത്രയ്ക്കെതിരെ കേസെടുത്ത സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നും താരിഖ് അൻവർ. KV തോമസ് മുതിർന്ന നേതാവെന്നും താരിഖ് അൻവർ. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും KV തോമസ് സന്തോഷവാനാണെന്നും താരിഖ് അൻവർ. ശബരിമല വിഷയത്തിൽ CPMനും BJPക്കും ഒരേ നിലപാടെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇരു കൂട്ടരും ഭക്തർക്കെതിരാണ്. വർഗീയത പറഞ്ഞ് വോട്ട് നേടാനാണ് അവരുടെ ശ്രമമെന്നും ആരോപണം. UDF വന്നാൽ ശബരിമല വിഷയത്തിൽ നിയമം കൊണ്ടുവരുമെന്നും ചെന്നിത്തല. റിവ്യൂ ഹർജി വേഗത്തിലെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നും ചോദ്യം. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ല എന്നും പ്രതികരണം. ശബരിമല വിഷയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി കുമ്മനം രാജശേഖരൻ. ആചാര സംരക്ഷണത്തിനായി UDF ഒന്നും ചെയ്തില്ല. വിശ്വാസികളെ വഞ്ചിച്ചവരാണ് UDF. വിശ്വാസ സംരക്ഷണത്തിനായി നിയമസഭയിൽ ബിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമം നടത്തിയില്ല എന്നും കുമ്മനം. ചലച്ചിത്ര അവാർഡ് വിതരണ വിവാദത്തിൽ മന്ത്രി AK ബാലന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ വാദം അടിസ്ഥാനരഹിതമാണ്. അവാർഡ് ജേതാക്കളെ അപമാനിക്കുന്നതായിരുന്നു അവാർഡ് വിതരണ രീതിയെന്നും ചെന്നിത്തല. ഹൈക്കോടതി ജഡ്ജി V. ഷിർസിയുടെ കാറിൽ കരിയോയിൽ ഒഴിച്ചു. പ്രതി എരുമേലി സ്വദേശി രഘുനാഥൻ സുരക്ഷാ ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറി. ജസ്ന തിരോധാനത്തിൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്രമണമെന്ന് പ്രതി പോലീസിനോട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഹൈക്കോടതിയിലെത്തി ജഡ്ജിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് DCP ഐശ്വര്യ ഡോങ്റെ. കരിയോയിൽ ആക്രമണം ഹൈക്കോടതിയുടെ ചരിത്രത്തിലാദ്യം. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണും. ഇതിനു പുറമെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ ഉയർന്ന സ്കെയില് പറഞ്ഞിട്ടുണ്ട്. കരിയർ അഡ്വാൻസ്മെന്റ് സ്കീമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഫിനാൻസ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി പരിശോധിച്ച ശേഷം
അത് സംബന്ധിച്ചുള്ള അധിക ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ഇതിനേക അപവാദം നമ്മുടെ ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ വഹിക്കുന്ന നിർണായകമായ പങ്ക് കണക്കിലെടുത്തുകൊണ്ട് അവിടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കും. ബാക്കിയുള്ളവരുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ സെക്രട്ടറീസ് കമ്മിറ്റി പരിശോധിച്ച ശേഷമാണ് ലഭ്യമാക്കുക. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ DAയും ലഭ്യമാണ്. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന തീരുമാനം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് അവിടെ തന്നെയാണ്. പെൻഷൻ സംബന്ധിച്ച് അടുത്ത ക്യാബിനറ്റ് പെൻഷൻ പരിഷ്കരണത്തിൻ്റെ തീരുമാനം എടുക്കും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കുറിപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്യാബിനറ്റിൽ അതും സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവും. എല്ലാം ഏപ്രിൽ 1 മുതൽ പുതുക്കിയ ശമ്പളവും പുതുക്കിയ പെൻഷനും ലഭ്യമാവും. ഈ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ സാധാരണ മന്ത്രിസഭാ ഉപസമിതിയാണ് പരിശോധിക്കാറുള്ളത്. ഇത്തവണ ഇലക്ഷൻ അടുത്തുകൊണ്ട് സമയമില്ലാത്തതാണ്. അതെ, എല്ലാവരും തിരക്കിലാണ്. മന്ത്രിമാർ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടറിമാരുടെ കമ്മിറ്റി വെച്ച് ഇക്കാര്യം ചെയ്യാൻ പറ്റൂ. എങ്കിലും ബഡ്ജറ്റിൽ പറഞ്ഞ ഒരു തീരുമാനമുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ ശമ്പളം കിട്ടും. അപ്പോൾ സ്കെയിൽ ടു സ്കെയിൽ വർധന കൊടുക്കും. എന്നാൽ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വർധനയൊക്കെ റെക്കമെൻഡ് ചെയ്യും സ്വാഭാവികമായിട്ട്. അതൊക്കെ പരിശോധിക്കുന്നതിനാണ് സെക്രട്ടറീസ് കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അനോമലീസ് തുടങ്ങിയവയെല്ലാം സെക്രട്ടറീസ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ തീരുമാനമെടുക്കും. ആരോഗ്യ വകുപ്പിലെ പറഞ്ഞത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ എന്താണോ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ചാണ്. അങ്ങനെയായിരിക്കും തീരുമാനം നടപ്പാവാം. ബാക്കിയോടത്തൊക്കെ സ്കെയിൽ ടു സ്കെയിൽ വർധനവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വിശദമായിട്ടുള്ള കരിയർ അഡ്വാൻസ്മെൻറ്റിനും ചില സ്കെയിലുകൾക്ക് വർധന തന്നതെല്ലാം സെക്രട്ടറീസ് കമ്മിറ്റി പരിശോധിച്ച ശേഷമാണ് വരിക. ഇതിനും പുറമെ അനോമലികളൊക്കെ ഉണ്ടാവും. അതൊക്കെ സർക്കാർ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ അതിൻ്റെ പരിശോധനയെല്ലാം കഴിയും. അതൊക്കെ സെക്രട്ടറീസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് തീരുമാനം. ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കൂട്ടുകയാണ് PSC റാങ്ക് ലിസ്റ്റുകൾ അറിയിപ്പ് വന്നോ? അല്ല, അങ്ങനെ തീരുമാനം വന്നിട്ടുണ്ടോ? PSC റാങ്ക് ലിസ്റ്റുകൾ അങ്ങനെ ഒരു വിവരം കിട്ടുന്നു. അന്വേഷിച്ചിട്ട് പറയാം. ഈ പണിമുടക്കിൽ പങ്കെടുത്തവരുടെ ആ ദിവസത്തെ ശമ്പളം നൽകേണ്ടല്ല എന്നുള്ള അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നില്ല. ജനറൽ അതിൽ എന്ത് തീരുമാനമാണ്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചാൽ ഞാൻ മറ്റത് പറയാം. റഷ്യയിൽ മടങ്ങിയെത്തിയ പുടിൻ വിമർശകൻ അലക്സി നവാൽനിക്ക് 3.5 വർഷം തടവ് ശിക്ഷ. മോസ്കോ കോടതി നവാൽനിയെ ജയിലിലടച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തി. നടപടി നവാൽനിക്കെതിരായ സർക്കാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ മോസ്കോയിൽ നവാൽനിക്ക് അനുകൂലമായി പ്രതിഷേധ റാലി നടത്തിയ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഓഗസ്റ്റിൽ വിഷപ്രയോഗത്തെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന നവാൽനി ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം റഷ്യയിൽ മടങ്ങിയെത്തിയത് കഴിഞ്ഞ മാസം. മ്യാൻമാറിലെ സൈനിക അട്ടിമറി ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. യോഗം വീഡിയോ കോൺഫറൻസിലൂടെ. പുതിയ സംഭവ വികാസങ്ങൾ കൌൺസിലിന് മുൻപിൽ വിവരിച്ച് മ്യാൻമാറിലെ UN-ന്റെ പ്രത്യേക സ്ഥാനാധിപതി. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് CEO സ്ഥാനം ഒഴിയും. ഈ വർഷം പകുതിയോടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ജെഫ് ബോസ് ഏറ്റെടുക്കും. ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചുമതലയുള്ള ആൻഡി ജാസിയാണ് കമ്പനിയുടെ പുതിയ CEO. 30 വർഷമായി കമ്പനിയുടെ CEO സ്ഥാനം വഹിച്ചിരുന്നത് ജെഫ് ബെസോസ് ആണ്. ഇന്ത്യയും UAE അടക്കം 20 രാജ്യങ്ങളിൽ നിന്നുമുള്ളവർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാൻ താൽക്കാലിക വിലക്ക്. ആരോഗ്യ പ്രവർത്തകരും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടക്കം എല്ലാവർക്കും വിലക്ക് ബാധകം. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദി പൗരന്മാർക്ക് പ്രവേശനം അനുവദിക്കും. സൗദിയിൽ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് ഇന്ന് രാത്രി 9 മണി മുതൽ. ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് സൗദി പ്രസ് ഏജൻസി. പ്രവേശന വിലക്ക് കോവിഡ് പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി. ലോകത്ത് 10,43,00,000 പിന്നിട്ട് കോവിഡ് ബാധിതർ. ഇതുവരെ മരിച്ചത് 22,62,000-ത്തിലധികം പേർ. 24 മണിക്കൂറിനിടെ 4.5 ലക്ഷം പേർക്ക് രോഗബാധ. ഫ്രാൻസിൽ എല്ലാവർക്കും വാക്സിൻ ഉറപ്പാക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്